പ്രഖ്യാപിച്ച 7 അതിവേഗ റെയിൽ പദ്ധതികളിൽ കേരളത്തെ ഉൾപ്പെടുത്താതിരുന്നത് കടുത്തൊരു വിവേചനമല്ലേ എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നു. സ്ഥലം കണ്ടെത്തി നൽകിയിട്ടും ഇത്തവണയും കേരളത്തിന് എയിംസ് അനുവദിച്ചില്ല എന്ന് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നു. നികുതി വിഹിതത്തിൽ അർഹമായ പങ്കാളിത്തം നൽകണമെന്നത് ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അതും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ധാതു ഇടനാഴി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. വീണ്ടും അത് തന്നെ ഇപ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാരും പ്രഖ്യാപിച്ചിരിക്കുന്നു. കൈവശമുള്ള ധാതുക്കൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനാണോ ഈ ഇടനാഴി എന്ന് അറിയില്ല എന്നുകൂടി അദ്ദേഹം സംശയകരമായൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്.